ഇവിടെ സമർപ്പിച്ചു കഴിയുമ്പോ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഞാൻ നിന്റെയും മോളുടെയും പേരില് പുഷ്പാഞ്ജലി കഴിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു ഐക്യം വേണം. അതുകൊണ്ടാണ്. ദൈവമേ, ഞാനും മാഡവും തമ്മിലുള്ള പിണക്കം വർമ്മ സാറ് മനസ്സിലാക്കിയോ? നീയും ഋതുമോളും തമ്മിലുള്ള കല്യാണത്തിനൊന്നും ഒരിക്കലും ഞാനൊരു തടസ്സമായിരുന്നില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവളെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ. ദൈവഹിത ഇതായിരുന്നുകൊണ്ട് അതൊന്നും നടന്നില്ല. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ മാറിപ്പോയി. അല്ല, സാറ് പറഞ്ഞു വരുന്നത്? പറയാം, പറയല്ലേ. കൂട്ടുകാരന്റെയും ഭാര്യയുടെയും മാരീഡ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടോ? ഉവ്വ് സർ, അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടെന്നാ അവൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ഒന്നും അന്വേഷിച്ചില്ല സർ. അതെന്താ തിരക്കായിരുന്നത്? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ആ ഭർത്താവ്? പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. എന്താ അവരുടെ പേര്? ആ, കൃഷ്ണശങ്കറും സുനന്ദയും അല്ലേ? അതെ സർ, അതെ. ആ, അങ്ങനെ തന്നെയാണോ? അല്ലല്ലോ, ഹരിശങ്കറും വന്ദനയെന്നല്ലേ നീ പറഞ്ഞത്? മറന്നുപോയതാ സർ. ക്ലോസ് ഫ്രണ്ട്സിന്റെ പേരൊക്കെ അങ്ങനെ മറക്കൂ രാജു? അതോ ആ ഹരിശങ്കർ നീയും വന്ദന എന്റെ മകളുമാണോ? ആണല്ലേ? അല്ല സാർ, അത് ഞങ്ങള്... എന്തിനാണ് നീ എന്റെ മുമ്പിൽ തന്നെ നുണ പറയാൻ ശ്രമിക്കുന്നത്?